മാധ്യമ മേഖലയിൽ 40 വർഷം പിന്നിടുന്ന 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ജനകീയ യാത്ര SKN40 ഇന്ന് അനന്തപുരിയിൽ തുടക്കം കുറിക്കും. കവടിയാറിൽ നിന്ന് വമ്പിച്ച റാലിയോടെയാകും പര്യടനത്തിന്റെ തുടക്കം. വൈകിട്ട് 6 മണിക്ക് ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുമടക്കം നിരവധി പേർ പങ്കെടുക്കും. ടാഗോർ തിയേറ്ററിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, സാമൂഹ്യ പ്രതിബദ്ധത എങ്ങനെ കാട്ടാം എന്നുള്ളത് ഒരിക്കൽ കൂടി 24 തെളിയിക്കുകയാണ്. ലഹരിക്കെതിരെ, അക്രമത്തിനെതിരെ ഒരു ജനകീയ യാത്രയുമായി SKN ഇറങ്ങുകയാണ്. 1 മാസം നീണ്ടു നിൽക്കുന്ന യാത്ര അതിന് ഇന്ന് തുടക്കമാവുകയാണ്. വിശദാംശങ്ങൾ. തീർച്ചയായും പ്രക്ഷേപണ രംഗത്ത് 40 വർഷം പൂർത്തിയാക്കുന്ന SKN ഈ സാമൂഹ്യ പ്രതിബദ്ധത അത് സ്വയം ഏറ്റെടുത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു, പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്നു. സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് മയക്കുമരുന്നും അക്രമങ്ങളും, അതിനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ ഏറ്റെടുത്ത് കേരളം സന്ദർശിക്കുന്നു. കേരളത്തിലെ എല്ലാ മൂലയിലും SKN നേരിട്ടെത്തി ഈ സന്ദേശങ്ങൾ പകരുന്നു. ഒരു 40 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ ആഘോഷമല്ല, ഇത് സന്ദേശം സ്വയം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധത യാത്രയാണ്. എന്തായാലും അരുത് അക്രമം, ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് എൻ്റെ കേരളം എൻ്റെ അഭിമാനം എന്ന നിലയിൽ SKN മാധ്യമ രംഗത്തെ 40 വർഷം അത് ആഘോഷിക്കുകയാണ് എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും അദ്ദേഹം നമ്മൾ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. എന്തായാലും അതിൻ്റെ ഒരുക്കം, അതായത് ഇന്നാണ് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ഇൻ്റർവ്യൂയിലൂടെ നമ്മുടെ ഈ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമാവുകയാണ്. 3:30 മുതൽ നമുക്ക് പ്രേക്ഷകർക്ക് ലൈവായി തന്നെ മുഖ്യമന്ത്രിയുമായുള്ള ഇൻ്റർവ്യൂ നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷമാണ് ഈ പ്രചാരണ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള റാലി ആരംഭിക്കുന്നത് കവടിയാറിൽ നിന്നാണ്. കവടിയാറിൽ നിന്ന് ടാഗോർ തിയേറ്ററിലേക്ക് റാലിയായി വിവിധ മേഖലയിലുള്ളവരെ പ്രതിനിധികൾ കൂടി പങ്കെടുത്തുകൊണ്ടുള്ള വലിയ റാലി അത് നേരെ ടാഗോറിലേക്ക് എത്തും. അതിനുശേഷം 6 മണിക്ക് ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുകൾ ഈ ടാഗോർ തിയേറ്ററിൽ നടക്കും. അതിനുവേണ്ടിയുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ ടാഗോർ തിയേറ്ററിൽ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ ഈ ദൃശ്യ മികവ് ഒട്ടും ചോരാതെ തന്നെ, ശ്രവ്യ മികവ് ഒട്ടും ചോരാതെ പ്രേക്ഷകർക്ക് ലൈവായി തന്നെ ഈ ഉദ്ഘാടന പരിപാടികൾ എത്തിക്കും. അതിനുവേണ്ടിയുള്ള ഏറ്റവും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് അതിൻ്റെ അവസാനപ്പെട്ട പരിശോധനകളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും അതിനുശേഷം ഈ ഉദ്ഘാടന ചടങ്ങ് തന്നെ ഏറ്റവും സുപ്രധാനമാണ്. ഏറ്റവും പ്രധാനമായി നമ്മൾ ഇന്ന് ഏറ്റവും പ്രധാന അതിഥികളായി കാണുന്നത് അമ്മമാരാണ്. അതും സമൂഹത്തിൽ ഇരകളാക്കപ്പെട്ട അമ്മമാർ. ഈ പല രീതിയിൽ, അതായത് ഇരകളാക്കപ്പെട്ട് മയക്കുമരുന്നിനും മറ്റ് അക്രമത്തിനുമെല്ലാം ഇരയായി മരിച്ചുപോയ കുട്ടികളുടെ അമ്മമാർ, അവരിപ്പോഴും ആ ഒരു ദുരിതം പേറി നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. അവരുടെ അനുഭവങ്ങളിൽ നിന്ന് SKN ആ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു. ഈ 100-ലധികം അമ്മമാർ ഇന്ന് നമ്മോടൊപ്പം ഈ വേദിയിലുണ്ടാകും. അവരുടെ അനുഭവങ്ങൾ ലൈവായി പങ്കുവയ്ക്കും. അതിനുശേഷം ആണ് ഇന്ന് വൈകിട്ട് സിത്താര നയിക്കുന്ന മ്യൂസിക് പ്രോഗ്രാം ഉണ്ടാവുക. അതും ഒരു ആവേശം ഒട്ടും ചോരാതെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എന്തായാലും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം ടാഗോർ തിയേറ്ററിലും പൂർത്തിയായി. ഇനി ഈ വേദികളെല്ലാം ഒരുപക്ഷെ വൈകിട്ട് 4 മണിയോടുകൂടി തന്നെ നിറയും. എന്തായാലും ഓരോരുത്തരും, കാരണം നമ്മൾ കഴിഞ്ഞ 3 ദിവസം മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികളെല്ലാം ആരംഭിച്ചിരുന്നു. ചാനലിലും ഇതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളെല്ലാം നൽകിയിരുന്നു. നിരവധി പേർ ഈ ഉദ്ഘാടന വേദിയിലും എത്തും. അതുകൂടാതെ മന്ത്രിമാരും സാമൂഹ്യ രംഗത്തെ പ്രധാനപ്പെട്ടവരുമെല്ലാവരും ഇതിൻ്റെ ഭാഗമാകുന്നുമുണ്ട്. നാളെ മുതലാണ് ഔദ്യോഗികമായി യാത്ര തുടങ്ങുന്നത്. ഇന്ന് ഉദ്ഘാടനമാണ്. നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് വിവിധ മേഖലകളിൽ SKN നേരിട്ടെത്തി പല സംവാദങ്ങൾക്കും പരിപാടികൾക്കുമെല്ലാം അദ്ദേഹം തന്നെ നേതൃത്വം നൽകും. അതിനുശേഷം കൊല്ലം ജില്ലയിലേക്ക് പോകും. ഇങ്ങനെ 30 ദിവസമാണ് ഈ യാത്ര ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഉദ്ഘാടനം അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അനുജ, ലഹരിക്കെതിരെയും അക്രമത്തിനെതിരെയുമുള്ള 24ന്റെ ജനകീയ യാത്ര അത് SKN നടത്തുകയാണ്. അദ്ദേഹം മാധ്യമ മേഖലയിൽ 40 വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു യാത്ര തിരുവനന്തപുരത്ത് നിന്ന് തുടക്കം കുറിക്കുന്നത്. കവടിയാറിൽ നിന്ന് വമ്പിച്ച റാലിയോടെയാണ് ഈ പര്യടനത്തിന് തുടക്കം ആകുന്നത്. വൈകിട്ട് 6 മണിക്കാണ് ജനകീയ യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഒട്ടേറെ പ്രമുഖർ പങ്കെടുക്കും. കൂടാതെ അമ്മമാരുണ്ടാകും. പിന്നീട് യാത്ര ആരംഭിക്കുകയാണ്. 1 മാസം നീണ്ടു നിൽക്കുന്ന ജനകീയ യാത്ര SKN40.